ബുള്ളിങ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ അതോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവരെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരെ സോഷ്യൽ സ്റ്റേറ്റസിനെ കുറിച്ച് സ്ഥിരമായിട്ട് കുറ്റം കണ്ടുപിടിച്ച് കളിയാക്കുക. ഇതാണ് ബുള്ളിങ്. അതൊരു ചെറിയ ലെവലിൽ നമ്മൾ ഫ്രണ്ട്സിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതല്ല. പക്ഷെ മറ്റുള്ള ഒരാളെ നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു എക്സിസ്റ്റിംഗ് ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അവരൊരു സൊസൈറ്റി സ്റ്റേറ്റസ് അതവർക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യത്തിനെ പറ്റി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബുള്ളിങ്. ഇപ്പോൾ ഒരു കളർ കുറഞ്ഞ ഒരാളെ കറുത്തിട്ടാണ് കാക്കയെപ്പോലെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കോൺസ്റ്റൻ്റ്ലി ബുള്ളി ചെയ്യുക. ഇത് കൂടുതലും സ്കൂൾസിലാണ് നടക്കുന്നത്. നമ്മളെപ്പോഴും ബുള്ളി ചെയ്ത വിക്ടിമിനെ കുറിച്ച് പറയും. എന്നാൽ ഈ ബുള്ളി ചെയ്യുന്ന കുട്ടിയുടെ സൈക്കോളജിയെക്കുറിച്ച് നമുക്കറിയില്ല. എൻ്റെ കുട്ടി ഒരു ബുള്ളിയാണ് സ്കൂളിൽ നിന്നുള്ളത് മിക്ക പേരൻസിനും അറിയില്ല. കാരണം ഇത് പലപ്പോഴും കംപ്ലയിൻറ്റ്സ് വരുന്നില്ല, അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ ചെന്ന് പറയില്ല. ബുള്ളി ഒരു വിക്ടിം ആകുമ്പോഴും കരഞ്ഞ് വീട്ടിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണ് ഇത്രയും ബുള്ളീസിൻ്റെ സൈക്കോളജി? അവർ ശരിക്കും നമ്മൾ പുറത്ത് കാണിക്കുന്നത് അവർ വളരെ സ്ട്രോങ് ആണ്, കോൺഫിഡൻ്റ് ആളാണെന്നെങ്കിൽ പോലും അവർ അകത്ത് വളരെയധികം സഫർ ചെയ്യുന്ന ലോ സെൽഫ് ഉള്ളൊരു കുട്ടിയായിരിക്കാം. പലപ്പോഴും ഇത്രയും കുട്ടികളിത് ചെയ്യുന്നത് അവർക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വിചാരം ഇങ്ങനെയൊക്കെ ബുള്ളി ചെയ്ത് വേറൊരാളെ കരയിപ്പിച്ച് കഴിഞ്ഞ് അറ്റൻഷൻ എടുത്തു കഴിഞ്ഞ് ഒരു ഹീറോയിസമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒത്തിരി മൂവീസിൽ കുട്ടികൾ കാണുന്നുണ്ട്. ഒരു ഹീറോ തന്നെ, ഹീറോയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിൽ റാഗിങ് ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കയ്യടി കിട്ടുന്നത്, പിന്നീട് അത് ഹീറോയി മാറുന്നത്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹീറോസൊക്കെ മൂവീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക മൂവീസ് നമുക്കാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു ബുള്ളിങ് എലിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ പല കുട്ടികളും വിചാരിക്കുന്ന ഒരു ഹീറോ ആവാൻ, ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഒരു ബുള്ളിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള ആൾക്കാട്ടും കുറച്ച് ഹയർ ആവും. ഇതൊരു റോൾ മോഡലിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ നേരത്തെ ബുള്ളി ഒരു വിക്ടിം ആയ ഒരാളായിരിക്കും അധികം ബുള്ളി ചെയ്യുന്നത്. നമ്മൾ കോളേജിൽ എപ്പോഴും കാണുന്നതാണ്. ജൂനിയേഴ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ റാഗിങ് കിട്ടിയൊരു ജൂനിയർ ആയിരിക്കും അടുത്ത വർഷം ഏറ്റവും കൂടുതൽ റാഗിങ് ചെയ്യുന്നത്. അങ്ങനെയാകെ ഒരു പാറ്റേൺ, എന്നെ ബുള്ളി ചെയ്തു അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഒരു കുട്ടി ഈ ഒരു ബുള്ളിങ് വീട്ടിലൊരു അഗ്രഷനായിട്ട് ഫാദറും മദറും തമ്മിലൊരു വഴക്ക്, ഒരു അഗ്രഷൻ നിന്ന് ബുള്ളിങ് പഠിച്ചതോ ആയിരിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഇത് ഒട്ടുമിക്ക വീട്ടിലും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടാണ്. സ്കൂളിൽ നിന്ന് വളരെ ലെസ് കംപ്ലയിൻറ്റ്സ് വരുള്ളൂ ബുള്ളിയെക്കുറിച്ച്. അപ്പോൾ ലാസ്റ്റ് പേരൻസ് കേൾക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വഴക്ക് പറഞ്ഞ് ചിലപ്പോൾ അടിച്ചിട്ട് ലാസ്റ്റ് സിറ്റുവേഷനിലായിരിക്കാം വീട്ടിൽ വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്കൂളിൽ ബുള്ളി ആയൊരു കുട്ടിയുടെ പേരൻസിനെ വരുത്തുമ്പോൾ പേരൻസ് ഓൾറെഡി ആ ഒരു കംപ്ലയിൻറ്റ് കേട്ടിട്ട് ദേഷ്യത്തിലിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ അടിക്കുക, വഴക്ക് പറയുള്ളൂ. പക്ഷേ ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല എന്താണ് ആ കുട്ടിക്ക് ഉള്ളിലുള്ള വിഷമം. എന്തോ സഫറിങ് ഉണ്ട് കുട്ടിക്ക്. ചിലപ്പോൾ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ആ കുട്ടി പഠിത്തത്തിൽ മോശമായതുകൊണ്ടായിരിക്കാം വേറെ എവിടെയെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബുള്ളി ചെയ്യുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ഒരു കോമ്പറ്റീഷനിൽ ഒരു കുട്ടി തോറ്റു പോയെങ്കിൽ പിന്നീട് ആ കുട്ടിയുടെ ബുള്ളിയാണ്. കാരണം എനിക്ക് അവിടെ ഒരു അവാർഡ് കിട്ടുമായിരുന്നെങ്കിൽ, കോമ്പറ്റീഷനിൽ ജയിച്ച് ഞാൻ ഫസ്റ്റ് ആകുമായിരുന്നെങ്കിൽ എനിക്കായിരിക്കും ആ അപ്രീസിയേഷൻ കിട്ടുന്നത്. എനിക്ക് കിട്ടാത്തത് കൊണ്ട് ചിലപ്പം ആ ഫസ്റ്റ് കിട്ടിയ കുട്ടീൻ്റെ എന്തെങ്കിലും കുറച്ചിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ ബുള്ളി ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും ഒരു സഫറിങ്ങിൽ നിന്നായിരിക്കാം ഈ കുട്ടി ബുള്ളിയാകുന്നത്. അത് ഏറ്റവും നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പേരൻസാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ സ്കൂളിൽ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ബുള്ളിയായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാമായിരിക്കണം. എന്തുകൊണ്ടാണ് ബുള്ളി ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അതിന് ആൻസറില്ല. കാരണം കുട്ടി അറിയുന്നില്ല കുട്ടി ഒരു ബുള്ളിയാണെന്ന്. അപ്പോൾ കാമായിട്ട് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എവിടെയാണ് കുട്ടിക്കൊരു വിഷമം തോന്നുന്നത്, ഏത് ഭാഗത്താണ്. വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്ത പോയ കുട്ടികൾ പലപ്പോഴും പുറത്ത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ബുള്ളിയാവും. ഇതേ കുട്ടികൾ തന്നെ വീട്ടിലും ബുള്ളിയാവും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ബഹളം വെച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മദറെ കുറ്റം പറയുക അല്ലെങ്കിൽ ഫാദറെ കുറ്റം പറഞ്ഞാൽ ഒരു അറ്റൻഷൻ കിട്ടും. അറ്റൻഷന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ആ അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹിച്ചിട്ടാണ്. പിന്നെ ആ കുട്ടിക്ക് വേറെ വല്ല രീതിയിലും കോമ്പറ്റീഷൻ തോറ്റിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തതിനുള്ള അറ്റൻഷൻ സീക്കിംഗ് ആണെങ്കിൽ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. പേരൻസിനാണ് ഏറ്റവും കൂടുതൽ ഒരു ബുള്ളിയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ഒരു ക്യാരക്ടറായിട്ട് മാറും. നമ്മളെ കുട്ടി ചെറുപ്പത്തിലൊരു ബുള്ളിയായിട്ട് പല പേരൻസും പറയും അത് സാരമില്ല, ചെറുപ്പത്തിൽ അങ്ങനെ ഒത്തിരി കുസൃതികളൊക്കെ ഉണ്ടാണ്. ഞാനും ചെറുപ്പത്തിൽ പല പേരൻസ് പറഞ്ഞാൽ ഞാനും ചെറുപ്പത്തിൽ റാഗി ചെയ്യായിരുന്നു, ബുള്ളി ചെയ്യായിരുന്നു, അതങ്ങ് മാറിക്കോളും.
അതങ്ങ് മാറിയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? അത് ആ ഒരു ബുള്ളിങ് ക്യാരക്ടർ സ്കൂളിൽ നിന്ന് ബുള്ളിങ് മാറി കോളേജിലെത്തുമ്പോൾ അത് റാഗിങ് ആയി, പിന്നീട് അത് ഓഫീസിലെത്തുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. കാരണം നമ്മളെപ്പോഴും ആ ഒരു ബുള്ളിക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേറെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നിങ്ങളെക്കാട്ടേക്കും വലിയ ആളാണ്, ഞാൻ എന്തും ബുള്ളി ചെയ്ത് നേടും, എനിക്ക് ആരെയും കളിയാക്കാം, ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ ആർക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് സ്കൂളിൽ മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, കോളേജിൽ മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, ഇനി ഓഫീസിൽ ചെന്നാൽ അവിടെയും മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. ഇത്രയും ഒരു ബുള്ളി വലുതായി വരുമ്പോൾ എങ്ങനെയായിരിക്കും പുതിയ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക? ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഒരാൾ ബുള്ളിയാണെങ്കിൽ മറ്റാൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. അപ്പം നിങ്ങൾ ഒരു ചെറുപ്പത്തിൽ ഒരു ബുള്ളി നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് വലുതാക്കി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയെ വളർത്തിക്കൊണ്ടുവരാണ്. വലുതായിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓഫീസിലും വർക്ക് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം ചെറുപ്പത്തിലേ നമ്മൾ ബുള്ളീനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ സംസാരിച്ച് ഡയറക്റ്റ്ലി ബുള്ളിനെ കുറിച്ചിട്ട് ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്യുന്നതിനെ കുറിച്ച് പറയാണ്ട് ഈ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം നമ്മൾ എവിടെയാണ് സെൽഫ് എസ്റ്റീം ലാക്ക് ചെയ്യുന്നത്? സ്നേഹത്തിന് വേണ്ടിയാണോ, കോമ്പറ്റീഷന് വേണ്ടിയാണോ, അക്കാഡമിക്സിന് വേണ്ടി എവിടെയാണ് സെൽഫ് എസ്റ്റീം ഇല്ലാത്തത്? അവിടെ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് പേരൻസിനെ പറ്റുള്ളൂ ശ്രദ്ധ കൊടുത്തിട്ട് കുട്ടിയുടെ ആ ഒരു സ്വഭാവം മാറ്റിയെടുത്തില്ലെങ്കിൽ ആ ഒരു സ്വഭാവം കുട്ടിയുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഫ്യൂച്ചറിൽ ആ ഒരു കുട്ടി ഫെയിലിയർ ആകുന്നത് പേരൻസ് കാണേണ്ടി വരും. ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ പല സിറ്റുവേഷൻസിലും അഡിക്ഷൻ, പിന്നെ ഡ്രഗ്സ് അഡിക്ഷൻ, ഡ്രിങ്ക്സ് അഡിക്ഷനിലൊക്കെ പോകുന്നത് ഞാൻ ലൈഫിലൊരു ഫെയിലിയറായി എന്ന് തോന്നുമ്പോഴുള്ള ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. പലപ്പോഴും ഇത്രയും സിറ്റുവേഷനിൽ ഈവൻ സൂയിസൈഡ് വരെ ആകാം. കാരണം ഞാൻ ലൈഫിലൊരു ഫെയിലിയറാണ്, എൻ്റെ അടുത്ത് ആരും മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ശരിയാകുന്നില്ല, ഓഫീസിൽ ആരും മിങ്കിൾ ചെയ്യുന്നില്ല, എൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഞാനൊരു ഫെയിലിയറാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് എന്ത് ചെയ്യാൻ തോന്നും? എന്തുകൊണ്ടാണ്? ചെറുതിലേ ആ ബുള്ളി ക്യാരക്ടർ നമ്മൾ ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട്. നമുക്ക് പേരൻസിനെ പറ്റുള്ളൂ. നമ്മൾ ബുള്ളിങ് ഐഡൻറ്റിഫൈ ചെയ്ത് തീർച്ചയായിട്ടും അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ആ ബുള്ളിങ് ക്യാരക്ടറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് പകരം കുട്ടിക്ക് അവിടെ എന്താണ് നമ്മൾ ബെനിഫിഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ കൂടെ ഫ്രണ്ട്ലി ആകുന്നത്, എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിൽ മാത്രമാണ് മുതിർന്നു കഴിഞ്ഞ് എല്ലാ റിലേഷൻഷിപ്പും നമ്മളെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.